മുഹമ്മദ് എന്ന പേര് പ്രവാചകൻ്റേത് ആണോ അതോ മുഹമ്മദ് ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആ പേരിന് എത്രമാത്രം ദൈവത്തിൻ്റെ പേരായി ജനങ്ങൾ കാണുന്നു? ഈ ഒരു പ്രശ്നത്തിൽ ഒരു അധ്യാപകനെ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈവെട്ടി മാറ്റിയ സംഭവം പ്രബുദ്ധ കേരളത്തെ നടുക്കിയ കൈവെട്ട് ദുരന്തം നടന്ന് 4 വർഷം ആകുമ്പോഴാണ് ഇപ്പോൾ ഇന്ന് കേസിൽ വിധി വന്നിരിക്കുന്നത്. 2010 ജൂലൈ 4-നാണ് മനുഷ്യ മനസാക്ഷിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ അധ്യാപകൻ മൂവാറ്റുപുഴ സ്വദേശിയായ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. നമുക്ക് ആ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും ഇന്ന് കോടതി വിധി വന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയം നമ്മൾ എടുത്തിരിക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്നു TJ ജോസഫ്. അദ്ദേഹത്തിൻ്റെ ആ കേസിലെ 13 പ്രതികൾ കുറ്റക്കാരനാണെന്ന് ഇന്ന് കൊച്ചിയിലെ NIA കോടതി വിധിച്ചിരിക്കുകയാണ്. 1-ാം പ്രതി ഉൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. നമ്മോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രൊഫസർ TJ ജോസഫ് തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് തത്സമയം ചേരുന്നു. അതോടൊപ്പം ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ ഫക്രുദ്ദീൻ അലി, അഡ്വക്കേറ്റ് പത്മകുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ MN കാരശ്ശേരി, അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുഹമ്മദ് K. ആദ്യം തന്നെ നമുക്ക് ശ്രീ പത്മകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് പത്മകുമാർ, ഇന്നത്തെ ഈ കോടതി വിധി നമുക്കറിയാം ഇറക്കുമതി ചെയ്ത ഒരു പുതിയ പ്രവണത കേരളത്തിൽ. ഒരിക്കലും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അസഹിഷ്ണുത നമ്മുടെ ചരിത്രത്തിലില്ല. എങ്ങനെ കാണുന്നു? ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ കാണിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ അന്നെല്ലാം ഇതൊക്കെ സൂചിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തു വരുമ്പോഴോ അതൊക്കെ ലഘൂകരിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചു. നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിൽ ഇവിടെയെല്ലാം തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു. അതിനെല്ലാം സപ്ലൈ പോയിൻ്റായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഗുജറാത്ത് DGP കേരളത്തിൽ വന്നിട്ട് ഈ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് അത് നരേന്ദ്രമോദിയുടെ പോലീസാണെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ എത്ര സംഭവങ്ങൾ, ബസ് തീവെപ്പുമായി ബന്ധപ്പെട്ട കേസ്, അതുമായി തുടർന്ന് എത്ര പൈപ്പ് ബമ്പുകൾ കണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ലഘൂകരിച്ച് കാണുകയും നിയമത്തിന് മുന്നിൽ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരുന്നതിന് ശക്തമായൊരു നിലപാട് ഭരണകൂടങ്ങൾ എടുക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഏറ്റവും നമുക്ക് ഈ സംഭവത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ ശക്തമായ നടപടിയാണ് ഇതിൻ്റെ ആവശ്യമായി ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ ഈ സംഭവം നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ലക്ഷണമൊത്ത ഒരു ഭീകരവാദം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ പങ്കെടുത്ത ആളുകൾ, അതിൻ്റെ പോലീസ് റിപ്പോർട്ടും അതുപോലെ തന്നെ മാധ്യമ റിപ്പോർട്ടുകളുമൊക്കെ നമ്മൾ വിലയിരുത്തി നോക്കിയാൽ ഇതിൽ വളരെ ആസൂത്രിതമായി ഓരോരുത്തരും ചെയ്യേണ്ട കൃത്യങ്ങൾ വളരെ അവരെ മനസ്സിലാക്കി അവരെ ഏൽപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ച് പരസ്പരം ആളുകൾ ബന്ധമില്ലാതെ ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ അതിന് പ്രത്യേക ആളുകളെ വെച്ച് ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, കേസ് നടത്തുന്നതിനും മറ്റേ രക്ഷപ്പെടുന്നതിനും ഇവരെ സഹായിക്കുന്നതിന് ആവശ്യമായ സമ്പത്ത് സ്വരൂപിച്ച് ഇങ്ങനെ വിപുലമായ രീതിയിലുള്ള ഒരു ആസൂത്രണം നടത്തി. അത് മനസ്സിലാവുന്നു. താങ്കളോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. താങ്കൾ BJPയുടെ ഒരു പ്രമുഖനായ നേതാവാണ്. മതങ്ങൾ എപ്പോഴും ഉയർത്തിക്കാട്ടുന്നത്, നൽകുന്ന സന്ദേശം മനുഷ്യ സ്നേഹം, പരസ്പര സ്നേഹം എന്നൊക്കെയാണ്. അതിപ്പോൾ സംഘർഷങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് BJPയും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. കൊലപാതകങ്ങളും പീഡനങ്ങളും. അനുഭവം അങ്ങനെയാണോ? നമ്മുടെ അനുഭവം അങ്ങനെയാണോ? അല്ല, മതങ്ങൾ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഹിന്ദുമതം പറയുന്നത് ലോക സംസ്ഥാ സുഖ്നോ ഭവന്തു എന്നാണ് പറയുന്നത്. ഇസ്ലാം പറയുന്നത് നീ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് നീ ചുറ്റുമുള്ള 10 വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് അവരാഹാരം കഴിച്ചാൽ ഇട്ടുണ്ടോ എന്ന് നീ നോക്കിയിട്ട് വേണം നീ ആഹാരം കഴിക്കാനെന്ന് പറയുന്നത്. അതേപോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്ന ക്രിസ്തുമതം. ഇതൊന്നും മതത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. ഈ മതം പറയുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഈ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയും ഇതാണ് തെറ്റായ പ്രവർത്തികളാണ് മതസംരക്ഷണത്തിന് ആവശ്യമെന്നുള്ളൊരു വികലമായ കാഴ്ചപ്പാടാണ്. അതാണ് മാറ്റേണ്ടത്. ശ്രീ ഫക്രുദ്ദീൻ അലി, കേരളത്തിൻ്റെ ഒരു സെക്യുലർ പൈതൃകത്തിന് വിരുദ്ധമല്ലേ ഈ സംഭവം നമുക്ക് കാണേണ്ടത്? ഇതിനെ പ്രത്യേകിച്ച് നമുക്കറിയാം MTയുടെ നിർമാല്യം എന്ന സിനിമ, ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം, MT വാസുദേവൻ, PJ ആൻ്റണി അദ്ദേഹം ഒരു വെളിച്ചപ്പാടാണ്. അവസാനം ആ വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്ന ആ രംഗത്തോടു കൂടിയാണ് സിനിമ. അത്തരമൊരു ചരിത്രമുള്ളൊരു നാടാണ് നമ്മുടെ നാട്. ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള നാടകം എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും ഞാൻ അതിനു മുമ്പേ പപ്പഞ്ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. കേരളം തീവ്രവാദത്തിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രഭകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ ഹിഡൻ അജണ്ടയാണ്. കേരളത്തെ അങ്ങനെ ചിത്രീകരിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഹിന്ദു സമുദായത്തിന്റെ ഇടയിൽ ഭീതി വെച്ചാൽ മാത്രം BJPക്ക് ഇവിടെ എന്തെങ്കിലും അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അത് നടക്കാൻ പോകുന്നില്ല. അത് ഞാൻ വസ്തുനിഷ്ഠമായിട്ട് തന്നെ എനിക്കതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ നിങ്ങൾ ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായും അത് RSS ആണെങ്കിലും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അവരുടെ എല്ലാം അജണ്ട കേരളത്തിന്റെ ഒരു പ്രബുദ്ധമായ ഒരു സാംസ്കാരിക
സാംസ്കാരിക പൈതൃകമുണ്ട് നമുക്ക്. ലോകത്തുള്ള പ്രമുഖ മതങ്ങളെല്ലാം അവരെ രൂപം കൊണ്ട് അതേ കാലഘട്ടത്തിൽ ജൂതമതമായിക്കോട്ടെ, ഇസ്ലാം മതമായിക്കോട്ടെ, ക്രിസ്തു മതം ആയിക്കോട്ടെ, തീർത്തും സമാധാനമാണ്. ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ സമാധാനം എന്നുള്ള അർത്ഥം പൂർണ്ണമായും ആ അർത്ഥം ഉൾക്കൊണ്ട രീതി ഇസ്ലാം ഏതെങ്കിലും സ്ഥലത്ത് ഇസ്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ടിപ്പു സുൽത്താൻ്റെ ചെറിയൊരു എന്താ പറയുക ഒരു അബറേഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു അക്രമത്തിൻ്റെ ഒരു പാത ഇസ്ലാമിൻ്റെ പ്രചാരണമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലെ രാജാക്കന്മാരും അതുപോലെ തന്നെ ഇപ്പം കേരളത്തെ പല ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഉൾപ്പെടെയുള്ള മുസ്ലിംസ് തെറ്റിദ്ധാരണ അവർ നേരെ സൗദി അറേബ്യയിൽ നിന്ന് വന്നവരാണ്. ഇവിടെ സത്യത്തിൽ നായർ തൊട്ടൊരു താഴോട്ടുള്ള മുക്കുവന്മാർ തൊട്ട് നായന്മാർ വരെയുള്ള ഹിന്ദുക്കൾ ഇവിടെ രാജാക്കന്മാരുടെ അവർക്ക് കച്ചവടം നടത്തിയ അറബികൾ വഴിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇവിടെ ഒരു അറബി സംസാരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ആവശ്യമുണ്ട്. അവരുടെ താല്പര്യപ്രകാരം അവർ രാജകുടുംബത്തിൽ തന്നെ ഒക്കെ മതം മാറിയിട്ടാണ് ഇവിടെ ഇസ്ലാം ഉണ്ടായത്. ആ ഒരു പൈതൃകം നമ്മൾ അങ്ങനെ തന്നെ തുടർന്നു വരികയാണ്. ഇപ്പം ഉത്തരേന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെ മുസ്ലിംസിൽ ഇല്ലാത്ത മരുമക്കത്തായം പോലുള്ള സംവിധാനം നിങ്ങൾ കേരളത്തിൽ കാണാൻ പറ്റും. ചന്ദനക്കുടം പോലുള്ള നേർച്ച പോലുള്ള പരിപാടികളൊക്കെ കേരളത്തിൽ കാണാൻ പറ്റും. ഇതൊക്കെ കേരളത്തിന് അത് ഈ ക്രൈസ്തവ സമുദായത്തിന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ പൊതുവായ ഒരു ഹൈന്ദവധാര, ബ്രാഹ്മണികധാര അല്ല, ഒരു ഹൈന്ദവധാര പിന്തുടർന്നുകൊണ്ടാണ് സാംസ്കാരികമായിട്ട് മുസ്ലിം. ഇതാ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സായുധ പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് ശ്രീ മുഹമ്മദ് അലി? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബഹുസമൂഹം ഇവിടെ പലവരും ചൂണ്ടിക്കാണിക്കുന്ന സമാധാനത്തിന്റെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും പിന്നെ കൊടുക്കൽ വാങ്ങലിലെ ഒരു സംസ്കാരം വെച്ച് പുലർത്തുന്ന ഒരു സംസ്കാരമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനാവട്ടെ, പിന്നോക്ക ജനവിഭാഗങ്ങൾക്കാവട്ടെ, ഏതൊരു സമൂഹത്തിനും അവരുടേതായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സായുധ പോരാട്ടമോ സായുധ സംഘാടനമോ ഇവിടെ ആവശ്യമില്ല എന്നത് ഏത് കാലത്തും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചു തുടങ്ങിയ അന്ന് അക്കാലം മുതൽക്ക് തന്നെ ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് വളരെ സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഏതൊരു സംഭവം രാജ്യത്ത് വളരെ പ്രാദേശികമായി ഉണ്ടായിത്തീരുമ്പോൾ അത് ഒരു പ്രസ്ഥാനത്തിന്റെ തലയിൽ വെച്ച് കിട്ടും. നേരത്തോടെ സൂചിപ്പിച്ചു, ലോകരാജ്യത്ത് ലോക ജനത അവര് വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, അവരുടെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുന്ന വളരെ നിശിതമായ വാക്കുകളും പദാവലികളും ഉപയോഗിച്ച് ചിത്രീകരിച്ചതിന്റെ കാരണത്താൽ അവിടെ ആരെങ്കിലും പ്രാദേശികമായി പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ശ്രീ മുഹമ്മദ് അലി, അതൊരു പ്രാദേശികമായ ഒരു വിഷയമായിട്ടാണോ താങ്കൾ കാണുന്നത്? ഇതൊരു തീർത്തും പ്രാദേശികമായ ഒരു വിഷയമായിട്ടാണോ താങ്കൾ കാണുന്നത്? പ്രാദേശികമായ ഒരു വിഷയമായതെടുത്ത് നിന്ന് ഈ രാജ്യത്ത് അതിനെ ഡൈവേർട്ട് ചെയ്യുകയും അത് വളരെ ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് ഉണ്ടായതിനേക്കാൾ വലിയ പ്രൊപ്പഗണ്ടയും ചർച്ചയുമാണ് ഇത് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത് രാജ്യത്ത് ഞാനതിനെ കോടതി വിധി ഇതിൽ 10 പേർക്കെതിരെ UAPA ആണ് കോടതി ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സംഭവം നടന്ന സമയത്ത് തൊട്ടു പിന്നാലെ അന്ന് ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രധാന ഘടകകക്ഷിയായ CPM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ ഈ വിഷയം വെച്ചുകൊണ്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്യുമെന്നാണ്. അതിൽ നിന്ന് തുടങ്ങുന്നു ഈ രാജ്യത്തിൽ നടന്ന പ്രശ്നങ്ങൾ. പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓഫീസുകൾ റെഡി ചെയ്യുന്നു. ഈ കേസിനെ പിന്നെ ഒന്ന് പരിശോധിക്കണം നിങ്ങൾ. ഞാൻ വളരെ വിനയത്തോടു കൂടെ പറയാണ്, കേരളത്തിൽ ഇതുവരെ നടന്ന ഭീകരമായി എന്ന് ചിത്രീകരിക്കപ്പെട്ട മാറാട് കാലാപത്തിൽ പോലും ഇല്ലാത്ത 350ഓളം വരുന്ന സാക്ഷിമൊഴികൾ ഇതിലുണ്ട്. 998 ഇവിടുത്തെ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ മേഖലകളിലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിസ്തരിച്ചിരിക്കുന്നു, കേരള ആഭ്യന്തര സെക്രട്ടറി വിസ്തരിച്ചിരിക്കുന്നു. ഇവിടെ 6000ഓളം പേജിലുള്ള തൊട്ടവനെയും കണ്ടവനെയും കേട്ടവനെയും അറിഞ്ഞവനെയും ഫോൺ ചെയ്തവനെയും പറഞ്ഞുകൊണ്ട് 6000 പേജുള്ള ഫോൺ രേഖകൾ പരിശോധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമായ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സംഘടനയെ തകർക്കുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ ഗൂഢാലോചന കൊണ്ടുവന്ന് പ്രൊപ്പഗണ്ട ഉണ്ടാക്കി വെറും എല്ലുപൊട്ടി പരിക്കേറ്റ ഒരു ഇൻസിഡന്റ് ഉണ്ടായ 326 വകുപ്പ് അനുസരിച്ചുകൊണ്ട് കേസെടുക്കേണ്ട ഒരു കേസിൽ, ഒരു കീഴ്ക്കോടതി നടത്തേണ്ട കേസിൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അക്രമം നടത്തുമ്പോൾ അത് അന്വേഷിക്കേണ്ട NIA കൊണ്ടുവരുന്നു. UAPA ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ 54 യുവാക്കളുടെ പേരിൽ ചാർത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്ന 54 പേര് അവിടെ ജയിലിൽ കിടന്നപ്പോ അതിൽ ആദ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ 17 പേരെ കുറ്റവിമുക്തമാക്കി. ഇപ്പോൾ ഇത് കോടതി 18 പേരെ കുറ്റവിമുക്തമാക്കിയിരിക്കുന്നു. ഇപ്പോഴും 5 പേർ ഒളിവിലാണ്. പ്രധാന പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. മാത്രമല്ല, താങ്കളോട് ചോദിക്കാനുള്ളത്, നിയമവ്യവസ്ഥയും താങ്കൾ എതിർക്കുകയാണോ ഈ ഒരു കേസിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ? ഒരിക്കലുമല്ല. ഒരു സർക്കാരും ഒരു ഭരണകൂടവും രാജ്യത്തിലെ പൗരന്മാർക്ക് നേരെയുള്ള ഇരട്ട നീതിയാണ് ഞാൻ സൃഷ്ടിച്ചത്. അത് പരിശോധിക്കാതിരിക്കാൻ നിർവാഹമില്ല.
ഇവിടെ ഒരു വളരെ വ്യക്തമായും ഒരു വിഭാഗത്തെ ഹറാസ്മെന്റ് ചെയ്തുകൊണ്ട് അവരിവിടെ ഭീകരവാദം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള, ഇവിടെ തീവ്രവാദം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള, ഈ രാജ്യത്ത് താലിബാനിസം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു വെക്കാനുള്ള ഈ രീതിയിലുള്ള ഗൂഢമായ പദ്ധതികൾ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ നിന്നും അതുപോലെ ഉദ്യോഗ മേഖലയിൽ നിന്നും താങ്കൾ ദയവായി ലൈനിൽ തുടരുക. താങ്കൾക്ക് ഇനിയും സംസാരിക്കാനുള്ള അവസരമുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇതിന്റെ അടിസ്ഥാന വിഷയം നമുക്കറിയാം. ഒരു കോളേജിലെ ന്യൂമാൻ കോളേജ് തൊടുപുഴ അധ്യാപകൻ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ ഭ്രാന്തൻ എന്നുള്ള വാക്കിന് പകരം മുഹമ്മദ് എന്ന് ഉപയോഗിച്ചു എന്നുള്ള അത് പി ടി കുഞ്ഞുമുഹമ്മദിന്റെ ഗർഷോമിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യമായിരുന്നു. അത് ഇത്രമാത്രം വലിയൊരു പ്രശ്നമായി മാറുകയും ഇത് വല്ലാതെ വൈകാരികമായി ധ്രുവീകരണവും മതപരമായും ജാതീയമായിട്ടുള്ള ധ്രുവീകരണങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ആ ഒരു സ്ഥൂല സമീപനത്തെ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ശ്രീ പ്രദീപ്, താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി, നിർമ്മാല്യം പോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ചെറുകഥ ഇപ്പോൾ രംഗത്ത് വരാൻ കഴിയുമോ ഇല്ലയോ, അത്തരം ഒരു ആശങ്ക പങ്കിടുന്ന ഒരവസ്ഥ ഒരുപക്ഷെ നല്ല സമീകരിക്കപ്പെട്ട ഒരു മതേതരത്വം നിലനിന്ന പുലർന്നിരുന്ന കേരളത്തിൽ സംജാതമായതിന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമായി കുറ്റപ്പെടുത്തുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ ആരംഭിച്ചത് ഒരു പള്ളിയുടെ പതനമായിട്ട് ബന്ധിപ്പിച്ചാണല്ലോ. 1992 മുതൽ തുടങ്ങിയ ഒരു കാര്യമാണിത്. വാനര സൈന്യങ്ങളെ വെച്ച് ഒരു വിഭാഗത്തിൻ്റെ പള്ളി തള്ളി തകർക്കുമ്പോൾ എല്ലാവരും സ്വസ്ഥമായിരിക്കുമെന്ന് ആരാണ് കരുതിയത്? വേണ്ട. ലിബർഹാൻ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് വെച്ച് എന്തെങ്കിലും ഒരു കേസെടുക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ശരി, ഞാൻ അതിലേക്കല്ല പോകുന്നത് വിശദമായി. പത്മകുമാർ അതിന് മറുപടി പറയാനുണ്ടാവും. എന്തായാലും എന്നെ സംബന്ധിച്ച് അതല്ല പ്രധാനം. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു പ്രൊഫസറുടെ കൈവെട്ടുന്നു താങ്കൾ പറഞ്ഞതുമാതിരി ശൂന്യമായൊരു വാദമുഖത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പോൾ തള്ളിപ്പറയുന്നത് മാതിരി ആ സംഭവത്തെ അന്ന് തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദ് അലിയുടെ വാക്കുകൾക്ക് കൂടുതൽ വിശ്വസ്തത ഇപ്പോഴും ലഭിക്കുമായിരുന്നു. എങ്കിലും അദ്ദേഹം അതൊരു പ്രാദേശിക പ്രതികാരം മാത്രമായിരുന്നു എന്നെങ്കിലും പറയുമ്പോൾ ഒരുപക്ഷെ BJP-യേക്കാൾ മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം കാണണം. ഫക്രുദ്ദീൻ അലി, നമുക്കറിയാം ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതിൻ്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ട്. കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കലാണോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ മൊബിലൈസേഷൻ ആണോ ഇതിന്റെ പുറകിലുള്ളത്? തീർച്ചയായും കമ്മ്യൂണൽ മൊബിലൈസേഷൻ ആണ്. ഇതെങ്ങനെയാണ് ഗോദ്ര കലാപത്തോടു കൂടി ഒരു വംശഹത്യ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ ഇന്ത്യയുടെ ശ്രദ്ധ മോഡി തന്നിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയത്. അതുപോലെ കേരളത്തിൽ ഇങ്ങനെ വലിയ കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാക്കി ഈ മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ തങ്ങളിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിം ലീഗ് ഒന്നല്ല, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് സ്വന്തം രാഷ്ട്രീയമായ ഇരിപ്പിടം ഭദ്രമാക്കാനുള്ള ഒരു വിഭാഗം മുസ്ലിംസിന്റെ അവർക്ക് വെസ്റ്റ് ഏഷ്യൻ ബന്ധങ്ങളുണ്ട്. അവരുടെ താല്പര്യമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനും ഈ ഒരു കൈവെട്ട് കേസിന് പിന്നിൽ. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലായി. ഇവർ ആദ്യം ടാർഗറ്റ് ചെയ്ത് ഇവരാരെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPM-നെയാണ്. കണ്ണൂരെ CPM അല്ല, കേരളത്തെ CPM ആണ് കേരളത്തെ വർഗീയത ഏറ്റവും ശക്തമായി തടഞ്ഞു നിർത്തുന്നത്. NDF-ന്റെ ആയാലും RSS-ന്റെ ഏറ്റവും കൂടുതൽ കൊലക്കത്തിക്ക് എതിരായ ഇവർ തന്നെയാണ്. നാദാപുരത്ത് NDF നിങ്ങൾ മനസ്സിലാക്കണം. നാദാപുരം മുസ്ലിം ലീഗ് CPM കലാപമുണ്ടായ സമയത്ത് ആ ചുളിവിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി ആയിരിക്കാം ബിനു എന്ന CPM പ്രവർത്തകൻ നിർദാക്ഷിണ്യം വെട്ടിക്കൊന്നവരാണ് ഇവർ. അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷം ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെക്യുലർ ഫേബ്രിക്കിനെ ഇല്ലാതാക്കുക. എന്നിട്ട് കേരളത്തിനെ BJP-ക്കും ഇതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രാഷ്ട്രീയ സംഘടനകൾക്കും പകുത്തെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കൃത്യമായ ഗൂഢമായ അജണ്ടയാണ് ഇതിന് പിന്നിൽ. അത് തന്നെയാണ് നമ്മൾ തുറന്നു കാണിക്കേണ്ടത്. എന്ത് പറയുന്നു അഡ്വക്കേറ്റ് പത്മകുമാർ? സഹിഷ്ണുതയുടെ വിശാലത നഷ്ടപ്പെട്ടോ? ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ നമ്മൾ വിശകലനത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ബാബറി മസ്ജിദിന്റെ തകർച്ചയാണ് ഈ വർഗീയ സംഘടനകൾക്കുണ്ടാവാൻ കേരളത്തിൽ കാരണം. അതിന് എത്രയോ കാലം മുമ്പ് 1991 കേരളത്തിലെ 7-8ഓളം ജില്ലകൾ ഒരു ദിവസം ISS-ന്റെ നേതൃത്വത്തിൽ മദനി നേതൃത്വം കൊടുത്ത ISS-ന്റെ നേതൃത്വത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടിൽ ഏകപക്ഷീയമായിട്ട് അത് ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഈ നേരത്തെ സൂചിച്ച നാദാപുരം കലാപം, അതുപോലെ മാപ്പിള ലഹള, അതേപോലെ മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള കലാപങ്ങൾ, ഇതൊന്നും ബാബറി മസ്ജിദുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ യഥാർത്ഥ വസ്തുതകളെ മനസ്സിലാക്കാതെ നമ്മൾ അതുമായി താരതമ്യം ചെയ്ത് യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഒളിഞ്ഞോടുകയോ അല്ലെങ്കിൽ സാധാരണവൽക്കരിക്കുകയോ ചെയ്യുന്നതാണ് ഇത്തരം സംഭവങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത്. ഒരു നിമിഷം നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മോടൊപ്പം പ്രൊഫസർ TJ ജോസഫ് ചേരുന്നു. ശ്രീ TJ ജോസഫ്, വളരെ ആശ്വാസകരം സ്വാഗതാർഹവുമായ ഒരു കോടതി വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ താങ്കൾക്ക് ഇപ്പോഴും താങ്കൾ ഇവരോട് ഈ കുറ്റക്കാർക്കോടെല്ലാം താങ്കൾ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ കാണുന്നു. എങ്കിലും നമ്മുടെ മതങ്ങൾ, മനുഷ്യസ്നേഹം, അതുപോലെ പരസ്പര സ്നേഹം തുടങ്ങിയ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീശകൾ കേരള സമൂഹം മൊത്തം താങ്കൾക്കുണ്ടായ ആ ഒരു തിക്താനുഭവത്തിൽ വളരെയധികം വേദനിക്കുകയും അതേസമയം പ്രതികരണശേഷി നഷ്ടപ്പെട്ട്
പ്രതികരിക്കാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം, ഒരു ചരിത്രം നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതി വിധി അത് തീർത്തും സ്വാഗതാർഹമാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ താങ്കൾക്ക് ആ മുഹമ്മദ് എന്ന പേര് അത് ഉപയോഗിച്ചതിൽ എന്തെങ്കിലും ഖേദം തോന്നുന്നുണ്ടോ ഇപ്പോൾ, ഭ്രാന്തൻ എന്നുള്ളതിന് പകരം? വ്യക്തിപരമായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ ദുരിതങ്ങൾ അനുഭവിക്കുകയുണ്ടായി. പക്ഷേ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ചെയ്തത് ഒരിക്കലും തെറ്റല്ല, അത് അതിൻ്റേതായ അർത്ഥത്തിൽ പൂർണ്ണമായും ശരിയായിരുന്നു എന്നുള്ള ഉത്തമ ബോധ്യമാണ്. കാരണം മുഹമ്മദ് എന്നുള്ളൊരു പേര് ചേർത്തത് അത് മുഹമ്മദ് നബിയെ കുറിക്കാനായിരുന്നില്ല, അത് ഒരു സാധാരണ വ്യക്തിയെ കുറിക്കാൻ മാത്രമായിരുന്നു. മുഹമ്മദ് നബി എന്നോ പ്രവാചകനെന്നോ അല്ലാതെ ആ മതാചാര്യനെക്കുറിച്ച് കേരളത്തിൽ ആരും സംസാരിക്കുന്നില്ല, പറയുന്നില്ല, എഴുതുന്നില്ല എന്നുള്ളതാണ് ശരി. ഞാനും അദ്ദേഹത്തെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൂല്യബോധന ക്ലാസ്സുകൾക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൽ യേശുക്രിസ്തുവിനോടൊപ്പം മുഹമ്മദ് നബിയെ വാഴ്ത്തിയിട്ടുണ്ട്. ശരിക്കും മുഹമ്മദ് നബിയെ വാഴ്ത്തിയ കൈകളാണ് മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചു എന്നുള്ള കുറ്റാരോപണത്തിൻ്റെ പേരിൽ ചില തീർച്ചയായും മനസ്സിലായി താങ്കളുടെ പോയിന്റ്. ശ്രീ ജോസഫ് ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. ശ്രീ ജോസഫ്, അതായത് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് തീർത്തും പ്രാദേശികമായ ഒരു വികാരത്തിന് പുറത്തുണ്ടായ ഒരു കാര്യമാണെന്ന്. അതുപോലെ മതപരമായ ധ്രുവീകരണം, സമുദായ സ്പർദ്ധ എല്ലാം താങ്കളാണ് സൃഷ്ടിച്ചത് ആദ്യം എന്നുള്ള രീതിയിൽ പറയുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? അവരുടെ ആ അഭിപ്രായത്തോട് ഞാൻ പ്രതികരിക്കാനേ ഇല്ല. ശ്രീ കെ മുഹമ്മദ് അലി നമ്മളോടൊപ്പം ഉണ്ട്, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ്. ശ്രീ കെ മുഹമ്മദ് അലി, അദ്ദേഹം പ്രതികരിക്കുന്ന പോലുമില്ല. പക്ഷേ മുഹമ്മദ് നബിക്ക് അനുകൂലമായി വേണ്ടി എഴുതിയ കൈകളാണ് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ഈ സമയത്ത് ഉപദേശിക്കുകയോ നിർദ്ദേശിക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ അതിനെ വിഷമത്തോടു കൂടെ കാണുന്നു, പക്ഷെ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നില്ല എന്ന്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അധ്യാപകന്റെ മൂല്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ തന്നെ ബഹുസ്വര സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ദൂരവ്യാപകമായ ഇൻസിഡന്റ് ഉണ്ടായിത്തീരുന്ന അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് പൗരന്മാരെ വഴിതെളിവിടുന്ന ഒരു പ്രവർത്തനമായി എന്നത് ഇവിടെ സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അത് സംഭവിച്ചതിന് ശേഷവും അദ്ദേഹം പറയുന്ന ഒരു അധ്യാപകൻ ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നില്ല, പ്രതികരിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ കാര്യമായിരിക്കാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഫസറുദ്ദീൻ അലി സുഹൃത്ത്, എന്റെ സുഹൃത്തിന് ഞാൻ മാധ്യമ മേഖലയിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട്, സുഹൃത്തിനോട് ഞാൻ പറയുന്നു, ഇവിടെ ഒരിക്കലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അദ്ദേഹം പറഞ്ഞു ബിനുവിനെ കൊലപ്പെടുത്തിയത് അന്നത്തെ പോപ്പുലർ ഫ്രണ്ട് NDF ആയിരുന്നു എന്ന്. കേരളത്തിലെ അദ്ദേഹം നിരീക്ഷകനാണെങ്കിൽ നന്നായിട്ട് നിരീക്ഷണം നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല. കേരളത്തില് NDF-കാരെ ഒരു പ്രവർത്തകനെ പോലും ബിനുവിന്റെ കേസിൽ സൃഷ്ടിച്ചിട്ടില്ല. കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്ത് നടക്കുന്ന ഏതൊരു പ്രവർത്തനമുണ്ടെങ്കിലും അത് മതവൈരത്തിന്റെയും വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും പേര് ചാർത്താൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നാമം അവിടെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബിനു സംഭവം. ഞാൻ പറഞ്ഞു വരുന്നത്, പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഈ സംഭവം നടന്ന സമയത്ത് ശ്രീ ബാസുര ബാബു പറഞ്ഞു, ഞങ്ങൾ അതിന് വിശദീകരിച്ചിട്ടില്ല എന്ന്. 2010 ജൂലൈ 4 ഈ സംഭവം നടന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ആരോപണ വിധേയമാക്കിയപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാര് അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ നയമല്ല, പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തകർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. പ്രാദേശികമായ സമൂഹത്തിൽ ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാരൻ അന്ന് അതിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ പരിശോധിച്ച് ഒരു നടപടി സ്വീകരിക്കുന്നത് പറഞ്ഞാണ്. ഇന്നും ഞങ്ങൾ അതിൽ തന്നെ നിലനിൽക്കുകയാണ്. ശ്രീ മുഹമ്മദ് അലി, തിരിച്ചു വരാം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ പ്രൊഫസർ ടി ജെ ജോസഫ്, നമുക്കറിയാം ഈ അടുത്തിടെ ഫ്രാൻസിലുണ്ടായ ഒരു സംഭവം, പാരീസിൽ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ഒരുപാട് ജേർണലിസ്റ്റുകളെ അവർ ക്രൂരമായി കശാപ്പ് ചെയ്തു. പ്രത്യേകിച്ചും അന്യമതസ്ഥരെ, നമ്മൾ ഒരു മതത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അന്യമതസ്ഥരെ ആക്രമിക്കുമ്പോഴോ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരുമ്പോഴോ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നിലനിൽപ്പില്ലേ? ഫ്രാൻസിലെ കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. എന്നെ സംബന്ധിച്ചും ഞാൻ ഒരു മതത്തിൻ്റെയും അടിയുറച്ച ഒരു വ്യക്താവൊന്നുമല്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരാളാണ്. അതായത് ഞാൻ ക്രിസ്തു മതത്തിൽ ജനിച്ചതുകൊണ്ട് ആ മതം തുടരുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഇസ്ലാം മതത്തിലായിരുന്നുവെങ്കിൽ ആ മതാനുയായിയായിട്ട് ഇപ്പോൾ തുടരുമായിരുന്നു. ഹിന്ദു മതത്തിലാണ് എൻ്റെ അച്ഛനമ്മമാർ ഹിന്ദുക്കളായിരുന്നുവെങ്കിൽ ആ മതത്തിൽ ആ സംസ്കാരത്തിൽ ഞാൻ വളരുമായിരുന്നു. എന്നെ സംബന്ധിച്ചും മതം എന്നുള്ളത് ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു മണ്ഡലം മാത്രമാണ്.
അതിൻ്റെ അപ്പുറത്ത് മതത്തെ ഞാൻ വില കൽപ്പിക്കുന്നേയില്ല. എന്നെ സംബന്ധിച്ചും എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന യേശുക്രിസ്തുവിനെ പോലെ തന്നെ മുഹമ്മദ് നബിയെ കാണുകയും പഠിക്കുകയും പുകഴ്ത്തുകയും എൻ്റെ ജീവിതത്തിൽ ഒരു മാർഗദർശിയായി കാണുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ച ആശയങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്, എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള എൻ്റെ പേരിൽ ഒരു കുറ്റാരോപണം നടത്തിയത് തികച്ചും അനുചിതമായി പോയി. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു. ആ വിഷയം ഉണ്ടായത് തന്നെ എൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ധരിച്ചതുകൊണ്ടാണ്. തീർച്ചയായും താങ്കൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും താങ്കൾക്ക് ഭരണവർഗത്തിൽ നിന്ന് പോലും താങ്കൾക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായതായി നമുക്കറിയാൻ സാധിക്കും. താങ്കൾ അധ്യാപന പ്രവൃത്തി ചെയ്തിരുന്ന കോളേജിൽ നിന്ന് പോലും താങ്കൾക്ക് പുറത്തിരിക്കേണ്ടി വന്നു. അതെ, അത്തരം ഒരുപാട് തിക്താനുഭവങ്ങൾ ഇപ്പോൾ താങ്കൾക്ക് ഒരുപാട് ആശ്വാസം തോന്നുന്നില്ലേ വ്യക്തി ജീവിതത്തിൽ പോലും? ചോദ്യം വ്യക്തമായില്ലല്ലോ. താങ്കൾക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ, ഭരണവർഗത്തിൽ നിന്നും കേസ്, താങ്കൾ ഒരുപാട് കാലം ഒളിവിൽ കഴിയേണ്ടി വന്നു. മാത്രമല്ല താങ്കളുടെ ജോലി നഷ്ടപ്പെട്ടു, താങ്കളുടെ പത്നിയെ നഷ്ടപ്പെട്ടു. ഇത്തരം ഒരുപാട് ഈ ഒരു, അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു സെക്യുലർ പൈതൃകത്തിൻ്റെ വിരുദ്ധമായി നടന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ എല്ലാവരും, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനെ കാണുന്നത്. വ്യക്തിപരമായി താങ്കൾ ഒരുപാട് വേട്ടയാടപ്പെട്ടതായി താങ്കൾക്ക് തോന്നുന്നില്ലേ? ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൗരനെന്ന നിലയിൽ എനിക്ക് വേണ്ട സംരക്ഷണം സ്റ്റേറ്റോ എൻ്റെ അധികാരി വർഗമോ എനിക്ക് തന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. വളരെയധികം നന്ദി പ്രൊഫസർ ടി ജെ ജോസഫ്. താങ്കൾക്ക് തിരക്കുണ്ടെന്നറിയാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമുക്കറിയാം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം. അദ്ദേഹം അധ്യാപന വൃത്തി ചെയ്തിരുന്നത് ഒരു ക്രൈസ്തവ ക്രൈസ്തവ സഭയുടെ ഒരു കോളേജിലാണ്, ന്യൂമാൻ കോളേജിലാണ്. ക്രിസ്തീയ സഭ പലപ്പോഴും കച്ചവടത്തിനാണ് താല്പര്യം കാണിക്കുന്നത് ഒരുപക്ഷെ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഇതിൽ ഉണ്ടല്ലേ? അല്ല, അതിനകത്ത് ഇപ്പം പ്രദീപ്, ഞാൻ ഇപ്പം അദ്ദേഹവുമായിരുന്നു, ടി ജെ ജോസഫുമായിരുന്നു ഈ വിഷയം സംസാരിക്കുന്ന ഈ സായാഹ്നം വളരെയധികം ഉൾപ്പെളത്തോടെയാണ് അനുഭവിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മാറ്റം കാര്യങ്ങൾക്ക് സംഭവിക്കുമായിരുന്നു എന്നും എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന്, ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളടക്കം ഒന്നിച്ചിരുന്ന് ഈ കാര്യങ്ങൾ ഭൂതകാലത്തെ കാണുന്ന സമാശ്വാസഭാവത്തോടെ സംസാരിച്ച് എല്ലാവർക്കും അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സായാഹ്നം സംജാതമാകുമെന്ന് 3-4 വർഷത്തിന് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അത് വന്നിരിക്കുന്നു എന്നതും ആരോടും പകയില്ലാതെ എല്ലാവരോടും ക്ഷമിക്കുന്നു എന്ന് അതിൻ്റെ ഏറ്റവും അധികം ഇരയായിത്തീർന്ന മനുഷ്യൻ പറയുന്നതുമൊക്കെ മഹത്തായ ഒരു സായാഹ്നത്തിൻ്റെ വിളംബരം തന്നെയാണ്. എനിക്ക് അത്രത്തോളം ആശ്വാസവും സന്തോഷവുമുണ്ട് ടി ജെ ജോസഫുമായി ബന്ധിപ്പിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്. അതിന് അദ്ദേഹത്തിന് ഞാൻ എല്ലാ നിലവാരത്തിലുള്ള ഭാഗങ്ങളും ആശംസിക്കുന്നുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വരുന്ന പക്ഷം നാം മനസ്സിലാക്കുന്ന സങ്കുചിത്വം യഥാർത്ഥത്തിൽ കേരളത്തിൽ UAPAയുമായിട്ട്, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ UAPAയുമായി ബന്ധിപ്പിച്ച് ഇത്തരത്തിൽ വരുന്ന ഒരു പ്രവർത്തനത്തിൽ ആദ്യമായാണ് ഒരു വിധിന്യായം വരുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഈ വിധിന്യായം ഇങ്ങനെ വരുമ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിലനിൽക്കുന്ന മതേതര വികാരമുണ്ടല്ലോ, ആ വികാരത്തിൻ്റെ പൊതു സത്ത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റായി ഇത് മാറുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇഷ്ടമില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ദുരന്തപൂർണമായൊരു കാര്യം പ്രദീപ്, അത് ഇതാണ്. ഇപ്പം ഹിന്ദു മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, അതുപോലെ തന്നെ ക്രിസ്തു മതമുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രിസ്തു മതസ്ഥരും ഇസ്ലാം മതസ്ഥരും ഒക്കെ സ്നേഹത്തോടെയും ഒക്കെ തന്നെ ജീവിക്കുന്നൊരു പ്രദേശമാണിത്. എന്നിട്ട് പോലും ടി എ ജോസഫിൻ്റെ പ്രശ്നം വന്നപ്പോൾ, പ്രൊഫസറുടെ പ്രശ്നം വന്നപ്പോൾ ആ ക്രിസ്തു മതം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക വികാരങ്ങൾക്ക് വിരുദ്ധമായി തീരുമോ എന്ന പേടിയോടെ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളയും. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആത്മഹത്യയിലേക്ക് ഒക്കെ നയിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ ജോലിയില്ലാതാക്കുകയൊക്കെ ചെയ്ത ഒരവസ്ഥയുണ്ട്. ഇത് ഇസ്ലാമിനും ബാധകമാണെന്ന് അറിഞ്ഞില്ല. കാര്യം ആരും അദ്ദേഹത്തോടൊന്ന് പരിഗണന കാണിച്ചില്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ ജനാധിപത്യ മതേതര വികാരം കൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇത്തരമൊരു സായാഹ്നം രൂപം കൊണ്ടത്. അതിന് തൊട്ടുപിറകെ ഒരു ഹിംസയും സംഭവിക്കാതെ ആ അർത്ഥത്തിൽ നമുക്ക് മലയാളികൾക്ക് ഇത്തരമൊരു സംഭവം സംഭവിപ്പിച്ച കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും 14 പേരെ ശിക്ഷിച്ചുകൊണ്ടും ടി ജെ ജോസഫിനെ ഈ വൈകുന്നേരം അംഗീകരിച്ചുകൊണ്ടും നാം ഒരു പ്രായശ്ചിത്തം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ അർത്ഥത്തിൽ
മലയാളത്തിൻ്റെ മതേതരത്വം, ജനാധിപത്യം, അതുപോലെ തന്നെ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ശക്തികളാണ് ഈ മതാധിഷ്ഠിത ശക്തികളെക്കാൾ ശക്തം എന്ന ബോധവും നമുക്കുണ്ടാവുന്നു. അതും അഭിമാനം അർഹം തന്നെ. 2010 ജൂലൈ 4 രാവിലെ 8:05 പ്രൊഫസർ TJ ജോസഫ് ആക്രമിക്കപ്പെട്ടത്. മൂവാറ്റുപുഴ നിർമ്മലമാതാ പള്ളിയിൽ നിന്നും ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് കുടുംബാംഗങ്ങൾക്കൊപ്പം കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന TJ ജോസഫിനെ ഓംനി വാനിലെത്തിയ സംഘം തടഞ്ഞു. തുടർന്ന് മഴു, വാക്കത്തി, കഠാര തുടങ്ങിയ ആയുധങ്ങളുമായി 6 അംഗ സംഘം കാർ വളഞ്ഞ് ആക്രമിക്കുകയും ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടുമാറ്റുകയും ചെയ്തു. BCom 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ചില പരാമർശങ്ങൾ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധമുള്ളവരാണ് പ്രതികളെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് 27 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. 25 പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് 2 പ്രതികൾ ഒളിവിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2011 ജനുവരിയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൈവെട്ട് ദുരന്തത്തെ തുടർന്ന് അധ്യാപകനെ കോളേജ് മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തു. ചോദ്യപേപ്പറിൽ വന്ന ഒരു പരാമർശത്തിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന പ്രൊഫസർ TJ ജോസഫ് ജോലി തിരിച്ചു കിട്ടുന്നതിനുള്ള നിയമപോരാട്ടം തുടങ്ങി. കേസിൻ്റെ തീവ്രവാദ സ്വഭാവം പരിഗണിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 2011 കേസന്വേഷണം NIA ഏറ്റെടുത്തു. കൊച്ചി, ഹൈദരാബാദ് യൂണിറ്റുകൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പ്രതികൾ ഉൾപ്പെടെ 37 പ്രതികൾക്കെതിരായ കുറ്റപത്രം ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ NIA കോടതിയിൽ സമർപ്പിച്ചു. 1-ാം പ്രതി പെരുമ്പാവൂർ സ്വദേശി സവാദ്, മുഖ്യ സൂത്രധാരൻ MK നാസർ ഉൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. വധശ്രമം, ഗൂഢാലോചന, സ്ഫോടക വസ്തു നിരോധന നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് 31 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2013 ആഗസ്റ്റിൽ തുടങ്ങിയ രഹസ്യവിചാരണ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ TJ ജോസഫിൻ്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തത് പ്രൊഫസർക്ക് വലിയ ആഘാതമായി. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിരമിക്കാൻ ഏതാനും ദിവസം ബാക്കി നിൽക്കെ അദ്ദേഹത്തെ വീണ്ടും കോളേജിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. 306 സാക്ഷികളെ വിസ്തരിച്ചും 192 പോലീസ് രേഖകളും 52 NIA രേഖയും 29 തൊണ്ടി സാധനങ്ങളും പരിശോധിച്ചും കോടതി വിചാരണ പൂർത്തിയാക്കി വിധി പറയുമ്പോഴും കേരള മണ്ണിൽ ആസൂത്രിത ഭീകരവാദത്തിൻ്റെ വിത്ത് മുളപ്പിച്ച പ്രധാനികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യവും അവശേഷിക്കുന്നു. KM ഉമേഷ്, കൊച്ചി. ഇസ്ലാമിക മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം അതിനെത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ നമുക്ക് ഉന്നയിക്കേണ്ടി വരുന്നു. ഡോക്ടർ MN കാരശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ MN കാരശ്ശേരി, ഇന്നത്തെ കോടതി വിധി അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരള സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത ചില ഏർപ്പാടുകൾ, അതായത് പ്രവണതകൾ, പരിഷ്കൃത സമൂഹത്തിന് അപമാനമായ കാര്യങ്ങൾ ഒരു അധ്യാപകൻ്റെ കൈവിട്ടുന്നു, അത് ഇസ്ലാമിക മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമായി അതിനെ കാണാൻ പറ്റുമോ? ഇത് NDF പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ പല പേരിൽ ഒരേ കൂട്ടിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാല് കേരളത്തിലെ താലിബാനാണത്. അതിന് രാഷ്ട്രീയം അല്ല. താലിബാൻ എന്ന് പറയുന്നത് ഭീകരവാദമാണ്. ആശയങ്ങളാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് ആയുധം മാത്രമാണ്. അപ്പോ ഇതിന് ഈ സംഗതി ഒരു ചോദ്യക്കടലാസില് അവമാനകരമായിട്ട് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിന് നടപടിയെടുക്കാൻ യൂണിവേഴ്സിറ്റി നിയമത്തിൽ വകുപ്പുണ്ട്, പോലീസിന് വകുപ്പുണ്ട്, കോടതിക്ക് വകുപ്പുണ്ട്. അപ്പൊ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുക, അതിനെ അംഗീകരിക്കുക, അതിനനുസരിച്ച് പോവാ എന്നാണെങ്കിൽ ചോദ്യക്കടലാസിൽ അദ്ദേഹം ഉദ്ധരിച്ച ഒരു 4 വാക്യത്തിന്റെ പ്രശ്നമായതെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കാൻ ഈ നാട്ടിൽ വകുപ്പുണ്ട്. അതിന് പകരം ഇവര് മാർച്ചിലാണ് ഈ ചോദ്യക്കടലാസ് വന്നത്. ജൂലൈ 4-ാം തീയതിയാണ് എന്റെ ഓർമ്മ, 2010. അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോ അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും പെങ്ങളും മക്കളും ഒക്കെ ഉള്ള ഒരു കാറിലാണ് അദ്ദേഹത്തെ പിടിച്ചിറക്കി കൈവെട്ടുന്നത്. അത് ആർക്കും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഭീകരവാദമാണ്, അത് കിരാതമാണ്, അത് മനുഷ്യർക്ക് പറയാനോ ചർച്ച കൊള്ളാത്ത അളവിലുള്ള ഒരു പൈശാചിക പ്രവൃത്തിയാണ്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല ഇതിനകത്ത്. ഡോക്ടർ കാരശ്ശേരി മാഷ് ഒന്ന് ലൈനിൽ തുടരുക. ശ്രീ K മുഹമ്മദ് അലി, പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആശയങ്ങളാണ് രാഷ്ട്രീയം, ഇത് സായുധ പ്രവർത്തനം, ആയുധങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ കൊല്ലാമായിരുന്നു എന്ന് വരെ പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് കൈവിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ എന്റെ ചർച്ചയിൽ ഞാൻ വിശദീകരിച്ചതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ. കാരശ്ശേരി മാഷ് ഏത് സമയത്തും ചർച്ചയിൽ പങ്കെടുക്കുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഒരാളും കൂടെയാണ് ഞാനും മാഷും കൂടെ നിരവധി തവണ ചർച്ചയിൽ പങ്കെടുത്തിട്ടുമുണ്ട്.
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതല്ലെങ്കിൽ മത സമൂഹത്തിൽ നിന്ന് പേര് പറയാൻ പറ്റാവുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കാരശ്ശേരി മാഷ് ഇത്രത്തോളം രീതിയിൽ കേരളത്തിൽ ഇല്ലാത്ത താലിബാനിസം സംസ്ഥാപിച്ചേ അടങ്ങും എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇതിനെ ഞാൻ വളരെ ലഘൂകരിച്ച് കാണുകയോ വൈകാരികമായ അഭിപ്രായ പ്രകടനം നടത്തുകയല്ല. മറിച്ച് കേരളത്തിൽ വർഷങ്ങളോളായി 20 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ നടന്ന അക്രമ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ കേരളത്തിൽ നടന്ന മറ്റു പാർട്ടികളെയും വിലയിരുത്തണം. ഞാൻ മറ്റു പാർട്ടികൾ അക്രമ പ്രവർത്തനം നടത്തുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കും അത് അനുവദനീയമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കൂടെയല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള പ്രാദേശികമായ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ അത് താലിബാനിസമാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് താലിബാനിസക്കാരെങ്ങാനും കേട്ടാൽ കാരശ്ശേരി മാഷ് പിന്നെ ഏത് രീതിയിൽ ചിത്രീകരിക്കുമെന്ന് അറിയില്ല. കാരണം വളരെ രീതിയിൽ രാജ്യത്ത് നടന്ന ഒരു ജനതയെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യപേപ്പർ ഉണ്ടാക്കി എന്നത് തന്നെയാണല്ലോ ഈ പ്രവർത്തനം നമ്മൾ സൂചിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നതിനെ ന്യായീകരിക്കുകയും അതിനെ മറച്ചുവെക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇല്ലാത്ത താലിബാനിസത്തെ സംസ്ഥാപിക്കാനുള്ള ഏതോ ഒരു അർത്ഥത്തിലുള്ള ശ്രമമാണ് കാരശ്ശേരി മാഷ് നടത്തുന്നത്. ഞാൻ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ശ്ലാഘനീയമായ പ്രവർത്തനത്തെ കാരശ്ശേരി മാഷോ ഇതുപോലെയുള്ള ചർച്ചയിൽ കൊണ്ടുവരുന്നില്ല. രാജ്യത്ത് കുടിവെള്ളം ഇല്ലാത്ത ഗ്രാമങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വെള്ളം വിതരണം ചെയ്യുന്നു. ഇവിടെ ചർച്ചയില്ല. രാജ്യത്ത് ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് വീടില്ല എങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇവിടെ രക്തം ആർക്കെങ്കിലും രോഗികൾക്ക് രക്തം ആവശ്യമെങ്കിൽ ഇവിടെ വ്യക്തമായ ഓഫീസ് ഉപയോഗപ്പെടുത്തി ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ അത് ഈ ടി ജെ ജോസഫ് എന്ന് പറഞ്ഞ പ്രൊഫസർ അദ്ദേഹം ചോദ്യപേപ്പറിലൂടെയും ഇസ്ലാം മതത്തെ അവഹേളിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തു എന്നാണ് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? ഞാൻ പറയുന്നത് രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത്. മറിച്ച് ഇവിടെ പിന്നെ PT കുഞ്ഞുമുഹമ്മദ് സാറിന്റെ ഒരു പുസ്തകത്തില് അവിടെ ഉപയോഗിക്കേണ്ട പദം അല്ലെങ്കിൽ വാക്ക് ഭ്രാന്തൻ എന്ന് പറഞ്ഞപ്പോൾ ഭ്രാന്തൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പടച്ചോനെ എന്നതുകൊണ്ട് വിളിക്കുന്നവൻ മുസ്ലിം ആണെന്ന് കണ്ടപ്പോ പിന്നെ ഏറ്റവും നല്ലത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരാണെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചതിന്റെ അദ്ദേഹത്തിന് അങ്ങനെ രീതി ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല. പക്ഷെ രാജ്യത്ത് അതിനെ ആളുകൾ വിലയിരുത്തുകയും ആളുകൾ കാണുകയും ചെയ്തത് ഒരു മതവർഗീയ ധ്രുവീകരണവും ഇവിടെ ഒരു ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ? ഡോക്ടർ എം എൻ കാരശ്ശേരി, താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കെ മുഹമ്മദ് അലിയെ പോലുള്ളവർ അടിയുറച്ച് വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ ഈ ചർച്ച അന്ന് 2010 പിന്നീടും പല ചർച്ചയിൽ ഇവരോട് കൂടി ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ജോസഫ് എന്താണ് ചിഹ്നം ചേർക്കേണ്ടത്, ചിഹ്നന വ്യവസ്ഥ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഖണ്ഡിക ഉദ്ധരിക്കുകയാണ്. തീർച്ചയായിട്ടും ജോസഫ് ചെയ്തത് തെറ്റാണ് എന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ജോസഫിനെ പോയി കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, പടച്ചോനെ എന്ന് വിളിച്ചാൽ തന്നെ ആ വിളിക്കുന്ന ആള് മുസ്ലിമാണെന്ന് വരും. PT കുഞ്ഞോമന്റെ പുസ്തകത്തിൽ മുഹമ്മദ് എന്ന പേരില്ല, മുഹമ്മദ് എന്ന് പേര് കൊടുത്തത് ജോസഫാണ്. ചോദ്യക്കടലാസിൽ വരാൻ പാടില്ലാത്ത വാക്യങ്ങളാണത്. തീർച്ചയായിട്ടും ജോസഫിന്റെ അടുത്ത് തെറ്റുണ്ട് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു കാലത്ത് ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ തെറ്റ് ന്യായീകരിച്ചില്ല. കാരണം ഞാനും ജോസഫിന്റെ ഒരു മലയാള അധ്യാപകനാണ്, ഞാനും ചോദ്യക്കടലാസ് ഇടുന്നവനാണ്. 34 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ച പരിചയം എനിക്കുണ്ട്. ഇത്തരം പ്രകോപനപരമായ ചോദ്യങ്ങളൊന്നും ഞങ്ങൾ ആരിടാറില്ല. ഇവിടെ പ്രശ്നം അതല്ല. അങ്ങനെ ഒരു അധ്യാപകൻ ചോദ്യക്കടലാസിൽ ഇട്ടാൽ അതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. കാലിക്കറ്റ് അത് MG യൂണിവേഴ്സിറ്റിയാണത്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുക്കാം, കോളേജ് അധികാരികൾക്ക് പരാതി കൊടുക്കാം, പോലീസിന് പരാതി കൊടുക്കാം, കോടതിയിൽ പോവാം. ഇതിന് പകരം ഈ മുഹമ്മദ് നബിയെ ആണ് സൂചിപ്പിച്ചത്, അതുകൊണ്ട് മുസ്ലിംകൾക്ക് അവമാനമാണ്, അതുകൊണ്ട് കൈവെട്ടി എറിയണം എന്ന് തീരുമാനിച്ച് അത് നടപ്പാക്കി. അന്ന് കോടിയേരി ബാലകൃഷ്ണ പറഞ്ഞത് ഇവിടെ ദാറുൽ ഖല എന്ന് പറയുന്ന ഒരു കോടതി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ശരിയാന്ന് ഞാൻ പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഓർമ്മിക്കാണ്. പക്ഷേ ആ മുഹമ്മദ് നബിയെ നിന്നിച്ച് ചോദ്യക്കടലാസ് ഇട്ട വലത്തെ കൈ വെട്ടി എറിയണം എന്ന് തീരുമാനിച്ചത് നടപ്പാക്കിയതിനാണ് താലിബാനിസം എന്ന് പറയുന്നത്. അല്ല മാഷെ, കാരശ്ശേരി മാഷെ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ സമീപകാലത്തെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം മതത്തെ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്യും വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം, ഇല്ലെങ്കിൽ ഫ്രാൻസിലെ ജേർണലിസ്റ്റുകൾക്ക് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. അല്ല സുഹൃത്ത്, നിങ്ങളിപ്പോ ഇസ്ലാം മതത്തെ ആക്രമിക്കാന്നൊരു വാക്ക് ഉപയോഗിച്ചു. എനിക്ക് അത്തരം പ്രയോഗങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വിമർശനാതീതമായിട്ട് ജനാധിപത്യത്തിന്റെ കാലത്ത് രാഷ്ട്രീയമോ മതമോ വ്യക്തികളോ ആശയങ്ങളോ ഇല്ല.
നമുക്ക് തോന്നുന്ന ഇതിൽ ഈ ജോസഫ് സാർ എഴുതിയതിൽ ഒരു വിമർശനമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ എനിക്കൊരു പരാതി അദ്ദേഹത്തോടുണ്ട്. ഞാനത് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതാണ്. അന്ന് ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞതാണ്. അതായത് ഏതെങ്കിലും സമൂഹത്തിന് പ്രകോപനം തോന്നുന്ന മട്ടിലൊന്നും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ അതിന്റെ മറുപടി എന്താണ്? ഇവിടെ ജനാധിപത്യത്തിൽ അതിനൊക്കെ വ്യവസ്ഥ ഉണ്ടല്ലോ. തീർച്ചയായും മനസ്സിലായി. ശ്രീ ഭാസുരേന്ദ്ര ബാബു, മുഹമ്മദ് അലി പറഞ്ഞതിനോട് താങ്കൾക്ക് ഒരു വിയോജിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ മുഹമ്മദ് അലിയുടെ അഭിപ്രായത്തിൽ. അല്ല, മുഹമ്മദ് അലിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇപ്പോൾ ഫോണിലുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറയുകയുണ്ടായി ഈ പോപ്പുലർ ഫ്രണ്ട് അത് അന്ന് തന്നെ നിഷേധിച്ചിരുന്നു എന്ന്. ഞങ്ങളല്ല അത് ചെയ്തത് എന്ന്. അത്രയും നല്ല കാര്യം, അത്രയും ഹിംസാത്മക രാഷ്ട്രീയത്തിൻ്റെ വീതിയിൽ താങ്കൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പരിഹാരത്തിൻ്റെ വേദിയിൽ തന്നെ നിൽക്കുന്നു എന്നാണ്. അത് ശരിയാണെങ്കിൽ, ശരിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പോൾ താങ്കൾക്ക് അതിനൊരു തുടർ നടപടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, SDPI ഈ വിധിന്യായത്തെ അവർ തള്ളിക്കളയുന്നുണ്ട്. അതുപോലെ പോപ്പുലർ ഫ്രണ്ടും തള്ളിക്കളയുന്നുണ്ടോ? തള്ളിക്കളയാതിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ആളുകളോട് താങ്കളുടെ സംഘടനയ്ക്ക് ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കാവുന്നതാണ്. നാട്ടിലെ നിയമവിധേയ മാർഗങ്ങളിലേക്ക് വന്ന് നിയമവിധേയ മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ജനാധിപത്യത്തിൻ്റെ ശക്തികളെ മനസ്സിലാക്കി അതിനൊപ്പം നിൽക്കാൻ താങ്കൾക്ക് അവരോട് അഭ്യർത്ഥിക്കാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ താങ്കൾ ചെയ്യുന്ന പക്ഷം ഒരുപക്ഷെ താങ്കൾക്ക് വളരെ വ്യക്തമായി തന്നെ താങ്കൾ മുന്നെടുത്ത നിലപാട് അന്ന് ഞങ്ങൾ നിരാകരിച്ചിരുന്നു എന്ന നിലപാട് കുറച്ചുകൂടി ശ്രീ കെ മുഹമ്മദ് അലി പ്രതികരണം. ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത് വളരെ വ്യക്തമായിട്ടും കേട്ട ആളാണ് ഞാൻ പറയുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആ സാഹചര്യത്തിൽ പറഞ്ഞ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് എന്നുമുള്ളത്. പക്ഷേ ഇവിടെ ഒളിവിൽ കഴിയുന്ന പ്രതികളെ അന്വേഷിക്കാൻ ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഇതിന്റെ നാൾ വഴികൾ പറഞ്ഞു. ഒന്ന്, കേരളത്തിലെ അതിബുദ്ധിമാനെന്ന് അറിയപ്പെടുകയും അത് പ്രാക്ടിക്കൽ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന അന്നത്തെ പോലീസ് സൂപ്രണ്ട് ഉണ്ണിരാജയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. അതിനുശേഷമാണ് NIA വരുന്നത്. കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉന്നത അന്വേഷണ ഏജൻസിയായ NIA വന്നിട്ട് പോലും കണ്ടെത്താൻ കഴിയാത്ത പ്രതികളെ ഒരു പ്രസ്താവനയിലൂടെ നിങ്ങളും കൂടെ ഹാജരാക്കണമെന്ന് പറയുന്നതിന്റെ അതിന്റെ പ്രവർത്തന രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഹാജരാകാനല്ല മുഹമ്മദ് അലി, മറിച്ച് താങ്കളുടെ മനോഗതി അക്കാര്യത്തിൽ വിശദീകരിക്കണം. ഞാൻ നേരത്തെ വെളിവാക്കിയതാണല്ലോ. ആരെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ മനോഗതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ഭാസുരേന്ദ്ര ബാബു സാറിന്റെ എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും നമുക്ക് ഡോക്ടർ MN കാരശ്ശേരിയിലേക്ക്, നമ്മുടെ സമയം കൂടെ കുറച്ച് പരിമിതമായ സമയമാണ്. ഡോക്ടർ MN കാരശ്ശേരിയിലേക്ക് പോയി. കാരശ്ശേരി മാഷെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഈ ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നു, വളരെ സ്വാഗതാർഹം. അത് എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസോ അല്ലെങ്കിൽ റിസൾട്ടോ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇന്ന് തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം നടക്കുന്ന പാകിസ്ഥാനിൽ മലാല യൂസഫ്സായിയെ ആക്രമിച്ച കേസിൽ 10 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഒരു രാജ്യാന്തര തലത്തിൽ ഇതിനോടുള്ള പ്രതികരണം, പ്രത്യേകിച്ച് അസഹിഷ്ണുതയുടെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ നേതൃത്വങ്ങൾക്ക്? അല്ല, ഇസ്ലാം മതം അസഹിഷ്ണുത പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതോട് എനിക്ക് യോജിക്കാൻ ഒരു നിവൃത്തിയില്ല. മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ചിലരിങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ അല്ലാത്ത എത്രയോ കോടി ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ബോക്കോ ഹറാം എന്നോ താലിബാൻ എന്നോ അല്ലെങ്കിൽ അൽ ഖായിദ എന്നോ ഒക്കെ പറയുന്ന കുറെ ആളുകളുണ്ട് എന്നല്ലാതെ ഇസ്ലാം മതം തന്നെ അങ്ങനെയാണ് എന്നുള്ളൊരു നിലപാടോ എനിക്ക് ഒട്ടും യോജിപ്പില്ല. അത് പോട്ടെ. ഇപ്പോ ഈ തരത്തിൽ ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കൈവെട്ടി ഈ തരത്തിൽ പെരുമാറിയതിനെ പറ്റി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ NDF അല്ലെങ്കിൽ SDPI ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതിങ്ങനെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി, നമുക്കൊരു ആശയകാരുഷ്യം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു വ്യക്തത ഇല്ലാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പേര് മാറുക, ഇടയ്ക്കിടയ്ക്ക് കൊടി മാറുക, അങ്ങനെ ഒരു ഏർപ്പാടാണ്. അവരുടെ ഇടയിൽ തന്നെയും അവരോട് അനുഭാവമുള്ളവരുടെ ഇടയിൽ തന്നെയും അത്ര വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു നിലപാടുണ്ട് എന്ന് ഞാൻ കേട്ടത്. ശരിയാണോ എന്നറിയില്ല. ഏതായാലും കേരള സമൂഹത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിൽ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് കളയാൻ മാത്രമേ ഇത് സഹായിച്ചിട്ടുള്ളൂ. മുഹമ്മദ് നബിക്ക്, മുസ്ലിം സംസ്കാരത്തിന്, ഇസ്ലാമിക ദർശനത്തിന് ഇതുകൊണ്ട് അവമാനം മാത്രമേ വന്നിട്ടുള്ളൂ. മുഹമ്മദ് നബിയെ ജോസഫ് സാറിന്റെ ചോദ്യക്കടലാസ് അവമാനിച്ചതിന്റെ എത്രയോ കൂടി അളവില് ആ ഒരു കാര്യം, അതായത് ഇപ്പൊ ജോസഫ് സാർ ഇവർക്ക് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു.
ഇവർക്ക് ഒരു ചോദ്യക്കടലാസിന് മാപ്പില്ല. അദ്ദേഹത്തിന്റെ കൈ വെട്ടിയെറിഞ്ഞു, അദ്ദേഹത്തിന്റെ ജോലി പോയി, ആ കഷ്ടപ്പാടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി തൂങ്ങി മരിച്ചു, ആ കുടുംബം നാനാവിധമായി. ഇപ്പോ അവിടെ ഇപ്പോഴും പോലീസ് ഇരിക്കുകയാണ്. അവർക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തില്ല. അവർക്ക് പെൻഷന്റെ കടലാസ് ഇനിയും ശരിയായിട്ടില്ല. അദ്ദേഹം റിട്ടയർ ചെയ്ത് 13 മാസമായി. ഇപ്പൊ ഇതാണ് ഇസ്ലാമിനും മുഹമ്മദിനേക്കും അഭിമാനം എന്നിവർ പറയുന്നുണ്ടെങ്കിൽ അവരെ പറ്റി നമുക്ക് സാധിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് ആ ശിക്ഷ ഞാൻ അതിനെ ഹലോ കേൾക്കുന്നുണ്ട്. 2010 ഒരു സംഭവത്തിൽ 5 കൊല്ലം കഴിഞ്ഞെങ്കിലും ഒരു വിധി വന്നല്ലോ എന്ന ആശ്വാസമാണ് എനിക്ക്. ചേകനൂർ മൗലവിയെ ശ്വാസം മുട്ടിച്ചു കൊന്നിട്ട് 19ാമത്തെ കൊല്ലമാണ് വിധി വന്നത്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് കുംഭകോണം കാലിത്തീറ്റ കുംഭകോണ കേസിന് വിധി പറഞ്ഞ 17ാമത്തെ കൊല്ലാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസ് 5ാമത്തെ കൊല്ലമെങ്കിലും വിധിയായി എന്നുള്ളതിൽ എനിക്ക് വലിയ ആശ്വാസമുണ്ട്. ഇനിയിപ്പോ നമ്മൾ ജാഗ്രത കാണിക്കേണ്ട ഒരു കാര്യം, ഈ പ്രതികൾക്ക് കേരള ഗവൺമെന്റ് അതും ഇതും ന്യായം പറഞ്ഞ് സൗജന്യങ്ങളും സൗകര്യങ്ങളും അനുവദിക്കാതെ നോക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസിന്റെ ഒക്കെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ്. നമ്മളതിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം ഇപ്പോഴും ഈ കേസിലെ പ്രധാനപ്പെട്ട ചില പ്രതികൾ പുറത്ത് തന്നെയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് നമ്മുടെ നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ നീതി എന്ന് പറയുന്നത് പണക്കാർക്കും പാർട്ടിക്കാർക്കും നേതാക്കന്മാർക്കൊന്ന് വേറെയും ജനങ്ങൾക്കൊന്ന് വേറെയാണ്. നമ്മളിപ്പോ ബാലകൃഷ്ണപിള്ളയുടെ കേസ് നമുക്കറിയാലോ. ഇപ്പോ ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിച്ചിട്ടുണ്ടായി, അത് എത്ര കൊല്ലം ജയിലിൽ കിടന്നു. ബാലകൃഷ്ണപിള്ള എത്ര മാസം കിടന്നു. അപ്പൊ അത് പരോള് കൊടുത്തു, ചികിത്സയാണെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാന്ന്, ഇങ്ങനെ കളിക്കും. തീർച്ചയായും കേരളത്തിന്റെ സെക്യുലർ പൈതൃകത്തിന് വിരുദ്ധമായ ചില നടപടികൾക്ക് തക്കതായ മറുപടി കോടതി വഴി വന്നിരിക്കുന്നു. ഈ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ പ്രതികൾക്ക് 13 പേർക്ക് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് പത്മകുമാർ, പ്രൊഫസർ ടി ജെ ജോസഫ്, ഫക്രുദ്ദീൻ അലി, ഡോക്ടർ എം എൻ കാരശ്ശേരി, ഒപ്പം കെ മുഹമ്മദ് അലി, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ്.